സർ നമസ്കാരം. മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം മാധ്യമപ്രവർത്തന ജീവിതം പ്രവർത്തക ജീവിതം അവസാനിപ്പിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരികയാണ്. എന്താണ് സർ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അദ്ദേഹം ഏത് പാർട്ടിയിലേക്കായിരിക്കും, എന്തായിരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാറിനെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ആളാണ് അരുൺകുമാർ. കവളിൽ നിന്നൊക്കെ ഇങ്ങനെ ചോര തൊട്ടെടുക്കാവുന്ന വിധത്തിലുള്ള ഒരു കുസൃതിയായിട്ടുള്ള കുട്ടി. എനിക്ക് എൻ്റെ ബാല്യമൊക്കെ മിസ് ചെയ്യുന്ന പോലെ അരുൺകുമാറിനെ കാണുമ്പോൾ ബാല്യമൊക്കെ മിസ് ചെയ്യുന്ന പോലെ തോന്നും. കാരണം ഈ ബക്കിള് പൊട്ടിയ നിക്കറും എല്ലാ ബട്ടണും ഇടാത്ത ഷർട്ടും ഒക്കെ ഇട്ട് മാവിലും പരുങ്കാവിലും ഒക്കെ എറിഞ്ഞു നടക്കുന്ന ഒരു ബാല്യക്കാരനായ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ലക്ഷണമാണ് അരുൺകുമാറിലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിനെ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് സങ്കല്പിക്കാൻ വളരെ പ്രയാസമാണ്. അദ്ദേഹം ഏത് മാവിലും കല്ലെറിയും, ചിലതിൽ മാങ്ങ വീഴും. പിന്നെ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ അദ്ദേഹം ഓടും. ഇതാണ് ആ കുട്ടിയുടെ ഒരു മനസ്സാണ്. അത്തരത്തില് അന്നത്തെ കുട്ടികളുടെ മാവേലെറിയാൻ പോകുന്നതും മതിലിയാടാൻ പോകുന്നതുമായ കുട്ടികളുടെ ഒരു മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടെലിവിഷൻ ഷോയ്ക്കകത്ത് വന്ന് പെട്ടുപോയി എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും കാര്യമായ മാധ്യമപ്രവർത്തനം മുന്നോട്ട് നടത്തിയതായിട്ട് എനിക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരു പിരിപിരിപ്പൻ കുട്ടി, മുതിർന്ന ഒരു പിരിപിരിപ്പൻ കുട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കാര്യമായ ആഴമോ വ്യാപ്തിയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയായിട്ട് താരതമ്യപ്പെടുത്തി ചില അനുചിതമായ കല്ലേറുകളൊക്കെ നടത്തി. അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ അകത്തൊരു മിതത്വം കാണിക്കേണ്ടതായിരുന്നു. അതായത് ചാണ്ടി ഉമ്മന് ഏറുകൊണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട സഭയിലെ പുരോഹിതന്മാരൊക്കെ ചാടിയിറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിന്റെ നമ്മൾ കാര്യമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു മേഖലയായിട്ട് ഇനിയും തോന്നുന്നില്ല. എല്ലാവരും സ്വന്തമായിട്ട്, കുറെ പേര് സ്വന്തമായിട്ട് ചാനൽ, കഴിവുള്ളവരൊക്കെ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങുന്നു. അതൊരു പക്ഷെ അദ്ദേഹത്തിന് കഴിയാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ റീലുകൾ കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഒരു തൊഴിലെന്ന നിലയിൽ മാധ്യമത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വലിയ പാടാണ് ഇനിയുള്ള കാലത്ത്. മറ്റൊന്നുള്ളത്, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ലോകത്തിനെ മാറ്റിമറിച്ച് കളയാം എന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തനം നടത്താവുന്ന ഒരു കാലവുമല്ല. അപ്പൊ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഉപശാലകളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന, ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു കൈനോക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നേമത്തോ അല്ലെങ്കിൽ തൃപ്പൂണിത്തറയോ ആണ് അദ്ദേഹത്തിന്റെ ഉന്നം എന്നാണ് കേൾക്കുന്നത്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഇപ്പോഴദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കമ്പയർ ചെയ്ത ഒരവസ്ഥയിൽ അദ്ദേഹം പോകാൻ സാധ്യതയുള്ള ഒരു പക്ഷം എന്ന് പറയുന്നത് LDF ആണ്. LDFില് ധാരാളം വേണമെങ്കിൽ CPIക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട ആ കക്ഷികൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എങ്കിൽ പോലും അദ്ദേഹം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു CPM സ്വതന്ത്രൻ ഉള്ള നിലയിൽ മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. കാരണം അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലാത്ത അരുൺകുമാർ, VS അച്യുതാനന്ദന്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിന് അദ്ദേഹത്തിന്റെ ഒരു VSന്റെ ഒരു ഹാലോ അല്ലെങ്കിൽ VSന്റെ ഒരു പശ്ചാത്തലം അത് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അണികളുടെ ഒരു സ്നേഹമൊക്കെ കൈപ്പറ്റി ജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത്
രണ്ടാഴ്ച മുമ്പോ മറ്റോ തിരുവനന്തപുരത്ത് PRD സംഘടിപ്പിച്ച ഒരു എന്താണ് ഒരു വർക്ക്ഷോപ്പില് ക്ഷണിക്കപ്പെട്ട ഏക മാധ്യമപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും അതിൻ്റെ ഒരു സൂചനയായിട്ട് എടുക്കാം. കാരണം മറ്റ് പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടോ ബ്രിട്ടാസിനെ പോലുള്ള മാധ്യമപ്രവർത്തന MP ആയിട്ടുള്ള ഒരാൾ ഇല്ലാതിരുന്നിട്ടോ ഒന്നും ആയിരിക്കില്ല ഇദ്ദേഹത്തിന് എടുത്തത്. കാരണം അതൊരു വാതിലാണ് PRD സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. കേരളത്തിൽ വേറെ മാധ്യമപ്രവർത്തകരെ ആരും അത് ക്ഷണിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്, ആർക്കോ ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ഇപ്പം ഇതില് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. 1977 അദ്വാനി BG വർഗീസിന്റെ അടുത്ത്, അതായത് പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകനായിരുന്ന, അവരെയൊക്കെ മാധ്യമപ്രവർത്തകനെന്നും പത്രപ്രവർത്തകനെന്നൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാം. BG വർഗീസിനോട് ഇലക്ഷനിൽ മത്സരിക്കണം, കാരണം ഇനിയിപ്പോൾ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ വിശകലന ചാതുര്യമൊക്കെ നമുക്ക് സഭയിൽ ആവശ്യമുണ്ടെന്ന് അദ്വാനി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ BG വർഗീസ് അമ്പരന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് യാതൊരു പരിചയമുള്ളൊരു മേഖലയല്ല, അത് കാര്യമില്ല, അത് നിങ്ങളൊരു കാര്യം ചെയ്യും, EMSനെ കണ്ടാൽ മതി. EMS എന്നെ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാണ് അദ്വാനി അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് അയക്കുന്നത്. അദ്ദേഹം മാവേലിക്കരയിൽ മത്സരിച്ചു. അന്ന് പ്രതിപക്ഷ കോൺഗ്രസ്സുകാരെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പരിഹസിച്ചു. മുണ്ടുകൊടുക്കാൻ അറിയാത്ത, മലയാളം പറയാൻ അറിയാത്ത BG വർഗീസ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നീട് ഈ രംഗത്തേക്ക് FJ അക്ബർ വന്നിട്ടുണ്ട്. അതുപോലെ മന്ത്രിയായിട്ട് നിന്നിട്ടുള്ള ഇഞ്ചാറ്റോടയുടെ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അവരൊക്കെ വരികയും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഷോ ബിസിനസ്സുകാരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ ഒരു തെറ്റല്ല. അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ കിണറ്റിലിറങ്ങി വരെ രാഷ്ട്രീയം പരീക്ഷിച്ച ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹം ജയിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അങ്ങനെ മ്യൂട്ടായിട്ടിരിപ്പുണ്ട് അവിടെ. പിന്നീടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ആലോചിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്, അരുൺകുമാറിന് CPM പൊളിറ്റിക്സിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോഴുള്ള മാധ്യമത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ പ്ലാറ്റ്ഫോം അത് ഉപയോഗപ്പെടുത്തിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചരിത്രത്തിനെ വീണ്ടും ഉപയോഗപ്പെടുത്തിയാണ് മാത്രമേ അരുൺകുമാറിന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അത് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ചാനലിനെ പറ്റി എന്തെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. VS അച്യുതാനന്ദൻ സജീവമായിരുന്ന കാലത്തായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട്, ചാനലിനെ പറ്റിയും ചാനലിന്റെ പിന്നിലുള്ളവരെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റിയേനെ. അപ്പം മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ പ്രത്യേകിച്ച് തെറ്റില്ല. അവർക്ക് മന്ത്രിയാകാം. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു മന്ത്രി ഉണ്ട്, മാധ്യമപ്രവർത്തക ആയിരുന്നിട്ട് മന്ത്രിസഭയിലേക്ക് വന്ന ഒരാളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെ ഇതിലെ സീനിയോറിറ്റിയോ ഹൈറാർക്കിയോ, അതായത് നികേഷ് കുമാർ നിൽക്കുമ്പോൾ അരുൺകുമാറിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യര് സാധ്യമില്ലെന്നേ പറയൂ. കാരണം കുറച്ചുകൂടെ സീനിയോറിറ്റി നികേഷ് കുമാറിനാണ്. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ശശികുമാർ, അതായത് ഏഷ്യാനെറ്റ് ശശികുമാർ ഇരിക്കെ ജോൺ ബ്രിട്ടാസിന് രാജ്യസഭാംഗമാകാമെങ്കിൽ ഇപ്പോഴും ശശികുമാർ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പകരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതെ ബ്രിട്ടാസിന് ഒരു ചാൻസ് കൊടുത്തു. അങ്ങനെയുള്ള ഹൈറാർക്കികളൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് വരുന്ന 2026 ഇലക്ഷന്, ഇനിയിപ്പം 8 മാസമേ ഉള്ളൂ ആ ഇലക്ഷനിലേക്ക് പോകാൻ.
അദ്ദേഹം രാജിവെച്ചെങ്കിൽ ഇനിയിപ്പോൾ ഗ്രൗണ്ട് വർക്ക് എവിടെ, നേമത്താണോ തൃപ്പൂണിത്തുറയാണോ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഗ്രൗണ്ട് വർക്ക് ആരംഭിക്കാവുന്നതാണ്. അവിടെ ചെയ്തു കഴിഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അരുൺകുമാർ. ഞാൻ ഈ പറഞ്ഞ കുസൃതി ഉണ്ട്, ആ കുസൃതി ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ, പറ്റുകയാണെങ്കിൽ മന്ത്രിയാകട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സർ, എന്തായാലും അരുൺകുമാർ രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ. സാറ് പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അദ്ദേഹം വരികയാണെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സർ. നന്ദി.